ഉളിയിലെ ഖദീജ വധത്തിൽ പ്രതികളായ സഹോദരങ്ങൾക്ക് ജീവപര്യന്തം ശിക്ഷ. കെ.എൻ. ഇസ്മായിൽ, കെ.എൻ. ഫിറോസ് എന്നിവരെയാണ് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. ഉളിയിൽ സ്വദേശി ഖദീജയെ കൊലപ്പെടുത്തിയത് രണ്ടാം വിവാഹം കഴിക്കുന്ന വിരോധത്തിലാണ്. വിവരങ്ങളുമായി നിഖിൽ അളവൂർ ചേരുന്നു. നിഖിൽ, ശിക്ഷാവിധിയുടെ വിവരങ്ങൾ എന്തൊക്കെ? 2012 ഡിസംബർ 22 നടന്ന സംഭവത്തിലാണ് ഇപ്പോൾ കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഈ കൊല്ലപ്പെട്ട ഖദീജയുടെ സഹോദരന്മാരായ കെ.എൻ. ഇസ്മായിൽ, കെ.എൻ. ഫിറോസ് എന്നിവർക്കാണ് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഈ ഇരുവർക്കും ജീവപര്യന്തം ശിക്ഷ എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരുന്നു. കാരണം ഈ ഖദീജയെ ഇവർ കൊലപ്പെടുത്തിയത് രണ്ടാം വിവാഹത്തിന് ശ്രമം നടത്തി എന്നതിന്റെ പേരിലായിരുന്നു എന്നതാണ് പ്രോസിക്യൂഷന്റെ പ്രധാന വാദമായി ഉണ്ടായിരുന്നത്. എന്നാൽ ആ ആവശ്യം കോടതി പരിഗണിച്ചില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രണ്ടാം വിവാഹം കഴിക്കാൻ തയ്യാറെടുപ്പ് നടത്തി അല്ലെങ്കിൽ അതിന് സമ്മതം മൂളി എന്നതിന്റെ പേരിൽ കൊലപ്പെടുത്തി എന്നതായിരുന്നു കേസ്. ഈ ഖദീജയ്ക്കൊപ്പം തന്നെ ഈ വിവാഹം വിവാഹം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ആലോചനകൾ നടത്തിയ വ്യക്തിയെയും കുത്തിപ്പരിക്കേൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഉളിയിൽ പടിക്കച്ചാലിൽ വെച്ചായിരുന്നു ഈ സംഭവം നടക്കുന്നത്. ഖദീജക്ക് അന്ന് 28 വയസ്സായിരുന്നു. ഇവർ ആദ്യ വിവാഹത്തിൽ നിന്ന് വിവാഹമോചനം നേടുകയും അതിനിടയിൽ പിന്നീട് കോഴിക്കോട് സ്വദേശിയുമായി രണ്ടാമതൊരു വിവാഹത്തിന് ശ്രമിക്കുകയും ചെയ്തു. ഈ സമയത്ത് ഈ വിവാഹം കഴിക്കാനിരുന്നയാളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി. അതിനുശേഷം അയാൾക്കൊപ്പം എത്തിയ മറ്റ് ബന്ധുക്കളെ വിവാഹവുമായി ബന്ധപ്പെട്ട മറ്റ് ചടങ്ങുകൾക്ക് എന്ന പേരിൽ പള്ളിയിലേക്ക് പറഞ്ഞയച്ചു. അതിനുശേഷം ഇത്തരത്തിൽ ഖദീജയെയും ഒപ്പം തന്നെ ഈ വിവാഹം കഴിക്കാൻ ഇരുന്ന ആളെയും ആക്രമിക്കുകയായിരുന്നു. ഈ അക്രമത്തിനിടയിലാണ് ഖദീജ കൊല്ലപ്പെട്ടത്. വലിയ കൊള്ളക്കം സൃഷ്ടിച്ച സംഭവമായിരുന്നു. ഒരു ദുരഭിമാനക്കൊല എന്ന രീതിയിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ട സംഭവമാണ്. ആ സംഭവത്തിലാണ് ഏതായാലും ഇപ്പോൾ തലശ്ശേരി കോടതി ഇത്തരത്തിലൊരു വിധി പറഞ്ഞിരിക്കുന്നത്. ഈ പ്രതികളുടെ പശ്ചാത്തലം ഏത് രീതിയിൽ ഉള്ളതാണ്? ഇവർ ഈ രീതിയിൽ ഒരു കൊല ആസൂത്രണം ചെയ്തത് ഏത് സാഹചര്യത്തിൽ കൂടിയാണ്? ഈ കേസിലെ പ്രതികളായ ഇസ്മായിലും ഫിറോസും ഇവർ രണ്ടുപേരും സജീവ SDPI പ്രവർത്തകരായിരുന്നു. ഇവർ കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതാണ് എന്ന രീതിയിൽ തന്നെയായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ കേസിന്റെ അന്വേഷണമൊക്കെ മുന്നോട്ട് പോയിരുന്നത്. കാരണം ഈ ആദ്യം ഇത്തരത്തിൽ ഖദീജ ഇങ്ങനെ രണ്ടാം വിവാഹം കഴിക്കുന്നതിനെ ഇവർ എതിർത്തിരുന്നു. എന്നാൽ പിന്നീട് ഖദീജ ആ വിവാഹത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതോടുകൂടി ആ വ്യക്തിയെയും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ബന്ധുക്കളെയും ഈ കണ്ണൂരിലെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. പിന്നീട് മതാചാരപരമായ ചടങ്ങുകൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് കൂടെ വന്ന ബന്ധുക്കളെ എല്ലാം തന്നെ പള്ളിയിലേക്ക് പറഞ്ഞയക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഖദീജയ്ക്ക് 2 മക്കളാണ് ആദ്യ വിവാഹത്തിൽ ഉണ്ടായിരുന്നത്. ആ മക്കളെയും വീട്ടിൽ നിന്ന് മാറ്റി നിർത്തുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടത്തിയത്. ഏതായാലും പോലീസ് വളരെ സമഗ്രമായ ശരി.